ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു എക്സാമിനർ. അപ്പം ഇന്ന് നമുക്ക് നോക്കാം BBA കുറിച്ച്. ഓക്കെ, ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ് BBA എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, ബിസിനസ് ആണ്. അപ്പം ഭാവിയിൽ എന്തെങ്കിലും ഒരു ഓൺടർപ്രണർഷിപ്പ് ആവുക, അല്ലെങ്കിൽ ഓൺടർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക, ഒരു ഓൺടർപ്രണർ ആവുക, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉള്ള കുട്ടികൾക്ക് ഏറ്റവും നല്ല ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ് BBA എന്ന് പറയുന്നത്. 3 വർഷം ടൈം പീരീഡിൽ നമ്മൾ BCom പോലെ തന്നെ 3 വർഷത്തെ ടൈം പീരീഡിൽ തന്നെയാണ് BBA ചെയ്യുന്നത്. അപ്പം സാർ ഓൾറെഡി പറഞ്ഞു നമുക്ക് ഈ BCom BBA ഒക്കെ ഒരേ ടൈം പീരീഡ് ആണെന്നുള്ളത് അല്ലെ. അപ്പം രണ്ടും സെയിം ആണോ അല്ലെങ്കിൽ എന്താണ് വ്യത്യാസം എന്നുള്ളതൊക്കെ ആയിരിക്കും പലർക്കും ഉള്ള ഡൗട്ട്. വലിയ രീതിയിലുള്ള വ്യത്യാസമൊന്നും BComൽ നിന്നും BBAയിലേക്ക് വരുന്ന സമയത്തില്ല. ചെറിയ രീതിയിലുള്ള ഒരു പേപ്പേഴ്സിന്റെ ചെറിയ വ്യത്യാസവും കാര്യങ്ങളുണ്ട്. പക്ഷെ BCom എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഒരു അക്കൗണ്ടിങ് കാര്യങ്ങളെ കുറിച്ചാണ്. ഇവിടെ നമ്മൾ അങ്ങനെയല്ല, ബിസിനസ് കൂടുതലും തിയറി ബേസിലാണ് എന്ന് വെച്ചിട്ട് അക്കൗണ്ടിങ് ഇല്ല എന്നുള്ളതല്ല. ഓക്കെ, സോ ആ ഒരു കാര്യമാണ് ഫസ്റ്റ് നമ്മൾ BBA കുറിച്ച് മനസ്സിലാക്കി വെക്കേണ്ടത്. സോ അതുകൊണ്ട് തന്നെ +2 ഏത് സ്ട്രീം എടുത്തിട്ടുള്ളവരും, സയൻസ് സ്ട്രീം ആയാലും കൊമേഴ്സ് ആയാലും അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് സ്ട്രീം ആയാലും ആർക്കും നമുക്ക് BBA ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അല്ലെങ്കിൽ അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കലി സബ്ജക്റ്റോ കാര്യങ്ങളൊന്നും നമുക്ക് BBAയിൽ വരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ദെൻ നമ്മൾ മെയിൻ ആയിട്ടുള്ള BBA സിലബസിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ മെയിൻ ആയിട്ട് നമ്മൾ എന്തെല്ലാമാണ് അതിൽ വരുന്ന ടോപ്പിക്സ് എന്ന് നോക്കുന്ന സമയത്ത് ബേസിക് ആയിട്ട് നമ്മൾ ഓർക്കേണ്ടത് HR മാനേജ്മെന്റ്, അല്ലെങ്കിൽ ഓൺടർപ്രണർഷിപ്പ് ആൻഡ് ഇന്നോവേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ അതുപോലുള്ള ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് കാര്യങ്ങളും ഒക്കെയാണ് കൂടുതലായിട്ടും BBAയിൽ നമ്മൾ സിലബസിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ. ദെൻ ആഫ്റ്റർ BBA എന്തെല്ലാം ജോബ് റോൾസുകൾ നമുക്ക് അവൈലബിൾ ആണ് എന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപാട് റോളുകൾ നമുക്ക് BBA ത്രൂ നമുക്ക് അവൈലബിൾ ആണ്. PRO, ഡിജിറ്റൽ മാനേജർ, HR എക്സിക്യൂട്ടീവ്, ദെൻ ഫിനാൻഷ്യൽ അനലിസ്റ്റ്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മാനേജർ തുടങ്ങിയ ഒരുപാട് സാധ്യതകളും നമുക്ക് ഈ BBA കൊണ്ട് നമുക്ക് ലഭ്യമാണ്. പക്ഷെ ഇവിടെ മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം, മുൻപ് നമ്മൾ BComന്റെ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജസ്റ്റ് ഒരു കോഴ്സ് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ജസ്റ്റ് ഒരു അണ്ടർ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി ചൂസ് ചെയ്യുക എന്നുള്ള രീതിയിലല്ല മക്കൾ ഒരിക്കലും ഈ BCom BBA BCA പോലുള്ള പ്രോഗ്രാമിനെ സെലക്ട് ചെയ്യേണ്ടത്. അവിടെ സാർ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം തന്നെയാണ്, നമുക്ക് ഇതിന്റെ കൂടെയൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ആഡ് ഓൺ കോഴ്സസുകൾ ഉണ്ട്. ഇപ്പം BBA വിത്ത് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ്, BBA വിത്ത് ലോജിസ്റ്റിക്സ് മീൻസ് എക്സ്പോർട്ട് ഇമ്പോർട്ട് കാര്യങ്ങൾ പഠിക്കുന്നത്, ദെൻ ആവിയേഷൻ പ്രോഗ്രാമുകൾ വരുന്നുണ്ട്, ദെൻ അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്, HR മാനേജ്മെന്റ് കോഴ്സസുകളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് ആഡ് ഓൺ കോഴ്സസുകളുടെ സാധ്യതകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കോഴ്സസ് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് BBAയുടെ കൂടെ ആഡ് ഓൺ കോഴ്സസ് ആയി ചെയ്തുകൊണ്ട് വേണം മക്കൾ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള പ്രോഗ്രാമിനെ അപ്രോച്ച് ചെയ്യാൻ. ദെൻ അതേപോലെ തന്നെ ഇപ്പൊ പല ഈ IIM പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ നമുക്ക് ഇപ്പം BBA വിത്ത് MBA ഇന്റഗ്രേറ്റഡ് കോഴ്സസ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷെ പലരും അതൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. സോ അത്തരത്തിലുള്ള സാധ്യതകൾ, ആ ഒരു ഇന്റഗ്രേറ്റഡ് കോഴ്സസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി അല്ലെങ്കിൽ ആ ഒരു റൂട്ടിലൊക്കെയാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത് എങ്കിൽ BBA കഴിഞ്ഞ് പുറത്തെടുക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് സ്വപ്ന തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ തീരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്ലേസ്മെന്റും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത്തരത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ കാര്യങ്ങൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ വെറുതെ ഒരു കോളേജ് അല്ലെങ്കിൽ വെറുതെ ഒരു യൂണിവേഴ്സിറ്റി എന്നുള്ള രീതിയല്ല, നമ്മളെ അക്കാദമിക്കലി അല്ലെങ്കിൽ എത്രത്തോളം നമ്മളൊരു പ്ലേസ്മെന്റ് ഓറിയന്റഡ് ആക്കുന്ന രീതിയിലുള്ള നല്ല യൂണിവേഴ്സിറ്റികൾ, അതിന്റെ എൻട്രൻസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതിനനുസരിച്ച് ആ ഒരു എൻട്രൻസ് ഒക്കെ എഴുതി അത്തരത്തിലുള്ള കോളേജിൽ ഇതുപോലുള്ള കോഴ്സസ് വിത്ത് ആഡ് ഓൺ അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് കോഴ്സസിനൊക്കെ മക്കൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു കരിയർ സെറ്റാക്കി എടുക്കാനൊക്കെ ഇത്രയ്ക്കും നല്ലൊരു കോഴ്സ്, ഒരു അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് നമുക്കില്ല എന്ന് തന്നെ പറയാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മക്കൾ BBA കുറിച്ച് ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പം ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെക്കുക, നല്ലൊരു കരിയർ സെറ്റ് ആവാൻ നല്ല രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുക, നല്ല കോഴ്സസ് ചൂസ് ചെയ്യുക, അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുക. നമുക്ക് വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. അതുവരെ ബൈ.